മന്ത്രിസഭയിൽ ചേരാൻ ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തല മേളിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വാർത്തകൾ പടരുമ്പോൾ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ചോദിച്ചു എന്ന് ചില വാർത്താമാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തല ഇതെല്ലാം തള്ളിക്കളയുന്നു. താൻ ആരോടും ആഭ്യന്തര വകുപ്പ് ചോദിച്ചിട്ടില്ലെന്നും തൻ്റെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരെ അക്കോമഡേറ്റ് ചെയ്യാതെ തനിക്ക് മാത്രമായി മന്ത്രിസഭയിൽ ചേരാൻ കഴിയില്ലെന്നും അതുകൊണ്ട് തന്നെ താൻ മന്ത്രിസഭയിലേക്കില്ല എന്ന കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല. അദ്ദേഹം കർക്കശമായ നിലപാടിലൂടെ മുന്നോട്ട് പോകുന്നുവെന്നാണ് 24 മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് ഷബീദ് റാവുത്തർ ചേരും. അതുപോലെ ചെന്നിത്തലയുടെ വീട്ടിൽ നിന്ന് എസ് വിനീഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം ഷബീദിലേക്ക്. ഷബീദ്, ഗുഡ് മോർണിംഗ്. വളരെ കർശനമായ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്നാണ് മനസ്സിലാക്കുക. അല്പം മുമ്പ് അദ്ദേഹം 24 സംസാരിച്ചിരുന്നു. പറയൂ വിവരങ്ങൾ. ഇന്നലെ നമ്മൾ കരുതിയത് രമേശ് ചെന്നിത്തല അനുനയത്തിന്റെ പാതയിലേക്ക് എത്തി എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ചില വാർത്തകൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ക്യാബിനറ്റിലേക്ക് വരുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അത് കേവലം ആഭ്യന്തര വകുപ്പ് എന്നതിനപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്കൊപ്പം നിൽക്കുന്ന കാലങ്ങളായി ഈ രാഷ്ട്രീയ പാരമ്പര്യമുള്ള MLA-മാരായിട്ടുള്ള ആളുകളെ കൂടി ക്യാബിനറ്റിലേക്ക് പരിഗണിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും രമേശ് ചെന്നിത്തലയുടെ ക്യാബിനറ്റ് പ്രവേശനം അതല്ലെങ്കിൽ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അൻവർ സാദത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമുണ്ട്. 4 പ്രാവശ്യം MLA ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരെ പരിഗണിക്കണം, അവരെ പ്രധാനപ്പെട്ട മന്ത്രി പദവിയിലേക്ക് എത്തിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് AICC നിരീക്ഷണ അടക്കമുള്ള ആളുകളോടും നേതൃത്വത്തോടും രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും KC വേണുഗോപാൽ ഇന്ന് രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തും. അക്കാര്യത്തിലായിരിക്കും ഒരു തീരുമാനം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. VD സതീശനും രമേശ് ചെന്നിത്തലയെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും രമേശ് ചെന്നിത്തലയെ കാണാൻ നീക്കം നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 2 നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷം ക്യാബിനറ്റിലേക്ക് വരണമോ, ഏതായിരിക്കും ആ മന്ത്രിസ്ഥാനം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. അത് ആഭ്യന്തര വകുപ്പ് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് ധനവകുപ്പ് ഉയർത്തിയും രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടക്കുന്നു എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.